ഈ വീഡിയോയിൽ ഫുൾ ആൻഡ് ഫുൾ ഇറാൻ അമേരിക്ക നടത്തിയ ചർച്ച, റോമിൽ വെച്ച് നടത്തിയ ചർച്ച, അതിന്റെ ഫുൾ ആൻഡ് ഫുൾ ഡെവലപ്മെന്റ്സ് ആണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇറ്റലിയിൽ റോമിൽ വെച്ചാണ് ഈ ചർച്ച നടന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് റോമിൽ എന്നുള്ള തീരുമാനം നമ്മൾ ആദ്യമേ പറഞ്ഞേക്കാം. കാര്യം ഇതിനു മുമ്പുള്ള ചർച്ച ഒമാനിലാണല്ലോ നടന്നത്. യാത്രാ ഡിസ്റ്റൻസ്, സ്റ്റീവ് വിറ്റ്കോഫിന് ഒമാൻ വരെ വരാൻ പറ്റില്ല. ശരിക്കും അമേരിക്കയാണ് ചൂസ് ചെയ്തത്. കാരണം സ്റ്റീവ് വിറ്റ്കോഫിന് ആ ഒരു സമയത്ത് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, ആ ഒരു ടൈമിൽ അവരുടെ കലണ്ടർ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് പല പല കമ്മിറ്റ്മെന്റ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വളരെ എളുപ്പത്തിൽ സമയബന്ധിതമായിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിലാണ് ഇറ്റലി ചൂസ് ചെയ്തത്. ഇപ്പൊ വേറെ രാജ്യങ്ങളൊന്നും ചൂസ് ചെയ്യാത്തതിന്റെ കാരണം ലാസ്റ്റ് വീക്ക് ജോർജിയ മെലോണിയാണ് അമേരിക്ക സന്ദർശിച്ചത് വൈറ്റ് ഹൗസിൽ. അപ്പൊ അവരവിടെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ലൊക്കേഷൻ വളരെ ഈസി ആയിട്ട് ഇതിനെ ഡിസൈഡ് ചെയ്യാൻ പറ്റിയത്. ഒരുപക്ഷെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളാണ് അവിടെ പോയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലൊക്കേഷൻ വേറെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. റീസൺസ് ഒന്നുമില്ല ഈ ഒരു റോം സെലക്ട് ചെയ്തതിൽ. ഇനി അതിന്റെ പേരിൽ കോൺസ്പെറസി ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ക്ലിയർ ചെയ്യുന്നത്. ചിലപ്പോൾ ഇനി ആൾക്കാർ ഇങ്ങനെ വാർത്തകൾ അങ്ങ് അടിച്ചിറക്കും, ഈ റോമിലേക്ക് ചർച്ച വെച്ചതിൽ പിന്നിലെ കാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് ആദ്യം ഇതിനെ ക്ലിയർ ചെയ്യുന്നത്. ഇറ്റലിയിൽ വെച്ച് ഈ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തതിന് വലിയ കാരണങ്ങളൊന്നുമില്ല. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഇറാന്റെ ഉള്ളില് അതായത് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിന് ഒരു നാണക്കേടായി മാറുന്നുണ്ടോ ഈ ഒരു ചർച്ച എന്നുള്ള ഒരു വിഷയം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. കാര്യം അവിടുത്തെ മാധ്യമങ്ങളൊക്കെ, ഇപ്പൊ ഞാൻ കാണിക്കുന്നത് അവിടുത്തെ പത്രമാധ്യമങ്ങളുടെ ഒരു ഇമേജാണ് ഞാൻ കാണിക്കുന്നത്. പല രീതിയിലുള്ള നെറേറ്റീവ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പല നെറേറ്റീവ്സും, അതായത് ഇപ്പൊ US-ഉമായിട്ടുള്ള ബന്ധം നല്ലതാണ്, പോസിറ്റീവാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ പേര് വെക്കുന്നില്ല. അതായത് ആരാണ് ഈ റിപ്പോർട്ട് എഴുതിയത് എന്നുള്ള പേര് വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ ചർച്ച മുന്നോട്ട് പോയി ഈ ന്യൂക്ലിയർ ഡീൽ സക്സസ്ഫുൾ ആയിട്ട് ആയാൽ മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ. കാരണം അവർ പേര് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പുകഴ്ത്തിക്കൊണ്ട് റിപ്പോർട്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇനി അഥവാ ഈ ചർച്ച എങ്ങാനും ഫെയിലിയർ ആവുന്നുണ്ടെങ്കിൽ പിന്നെ അവന്റെ കഴുത്തിൽ തൂക്കുകയറാണ്. അതുകൊണ്ടാണ് അവർ പേര് വെക്കാത്തത്. അപ്പൊ ഇതേപോലെ പല നെറേറ്റീവ്സ്, അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ആണ്. അതായത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് സത്യസന്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഇറാനിയൻ ജനത ഇപ്പൊ അവിടെ ഉണ്ട്. ഇതൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഇറാന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. ഇത് ഇറാനിന്റെ ഉള്ളിൽ നടക്കുന്ന വിഷയമാണ് കേട്ടോ. സെൻകോമിന്റെ ചീഫ് ഡേവിഡ് പെട്രാസ് പറഞ്ഞിരിക്കുന്നത്, അഥവാ ഈ ചർച്ച എങ്ങാനും പാളിപ്പോയി ഇറാന്റെ മേളിൽ ഒരു ആക്രമണം നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അമേരിക്ക തീർച്ചയായിട്ടും ന്യൂക്ലിയർ സ്പോട്ടുകൾ മാത്രമല്ല ആക്രമിക്കുക, അതായത് അതിന്റെ കൂടെ എക്സെട്ര കുറെ സ്ഥലങ്ങൾ കൂടെ ഇങ്ങനെ കൂട്ടിച്ചേർക്കും എന്നാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എനർജി സെക്ടർ, അതേപോലെ തന്നെ അവരുടെ ഓയിൽ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടിച്ചു തകർക്കും എന്നാണ് പറയാതെ പറയുന്നത്. പിന്നെ ഒരു റിപ്പോർട്ട് വരുന്നത്, ഖമനേയി ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത്രേ. അതായത് ഈ ന്യൂക്ലിയർ വെപ്പണുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് വർക്കുകളൊക്കെ തൽക്കാലം ഒന്ന് നിർത്തിവെക്കാനുള്ള ഒരു ഉത്തരവ് കൊടുത്തതായിട്ട് ഒരു വാർത്ത വരുന്നുണ്ട്. പിന്നെ പ്രാഥമികമായിട്ട് ഇറാന്റെ സൈഡിലുള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ 3 സ്റ്റേജുകളിലായിട്ട്, 3 ഘട്ടങ്ങളിലായിട്ട് ഞങ്ങൾ ഈ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാമിലേക്ക് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാം. ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്താൻ 3 സ്റ്റേജ്, അതായത് 3 ടൈം ലൈൻ വേണം. ആ 3 ടൈം ടേബിൾ എന്തിനാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്യാപ്പ് ഉണ്ടാവും. ചിലപ്പം 20 ഡേയ്സ്, അല്ലെങ്കിൽ 1 മാസം, അല്ലെങ്കിൽ 1.5 മാസം. ഈ ഒരു ടൈം ലൈൻ വേണം എന്നാണ് ഇറാൻ ചോദിക്കുന്നത്. അമേരിക്കയുടെ സൈഡിൽ നിന്നുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഒറ്റ ടൈം, 1 ടൈമിൽ ഡീൽ സൈൻ ചെയ്യുക, അതോടെ നിർത്തുക. 1, 2, 3 ഈ ഘട്ടങ്ങൾക്ക് ഒരു പരിപാടിക്ക് ഇവിടെ ആവശ്യമില്ല. ഇത് ന്യൂക്ലിയർ ആണ്. ഇത് ന്യൂക്ലിയറുമായിട്ട് ബന്ധപ്പെട്ട വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ്. ഇത് ഒറ്റ ടൈം സൈൻ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് അമേരിക്ക വെക്കുന്ന നിർദ്ദേശം. പക്ഷെ ഇത് ഇറാൻ കേൾക്കാൻ കൂട്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ നോക്കുമ്പോൾ ഇവർ കൂട്ടാക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഇവർ സമ്മതിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇവര് ഞങ്ങൾ സറണ്ടർ ആവില്ല എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഒരു പ്രസ്താവനകൾ പുറത്തു വരുന്നത്. അതായത് ഇറാൻ എപ്പോഴും പറയുന്നത്, ഞങ്ങൾ അടിമകളല്ല, ഞങ്ങൾ സറണ്ടർ ആവില്ല, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഡിക്റ്റേറ്റർഷിപ്പ് മാതിരിയിൽ ഞങ്ങൾ ഡീൽ ചെയ്യരുത്, ഞങ്ങളുടെ അടുത്ത് കോപ്പറേറ്റീവ് ആയിട്ട് ഡീൽ ചെയ്യണം, അതായത് ഈക്വൽ മ്യൂച്വൽ റെസ്പെക്ട് കൊടുത്ത് ഡീൽ ചെയ്യണം എന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. അവർ തീർച്ചയായിട്ടും ഒരു സോവറൈൻ രാജ്യം എന്നുള്ള നിലയിൽ അവർക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. അവരത് ചോദിച്ച് അവരുടെ അവകാശം നേടിയെടുക്കട്ടെ. അതിനൊന്നും നമുക്ക് യാതൊരു തർക്കവുമില്ല. അമേരിക്ക 1 ടൈമിൽ ഇത് നിർത്തണമെന്ന് പറയുന്നതിന്റെ റീസൺ, അത് ഒറ്റ റീസണേ ഉള്ളൂ. കാരണം ഇവർക്ക് 3 ഘട്ടങ്ങളിലായിട്ട് ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഇവരെങ്ങാനും ഈ ഒരു ന്യൂക്ലിയർ അഥവാ ആണവായുധം അച്ചീവ് ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ടാണ് അമേരിക്കയ്ക്കുള്ളത്. ഇവർ രഹസ്യമായിട്ട് ഈ ആണവായുധം അച്ചീവ് ചെയ്ത് എങ്ങാനും മലയുടെ അടിയിലും പൊത്തിന്റെ അടിയിലൊക്കെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് ഇവര് വളരെ മാന്യമായിട്ട് വന്നിട്ട് IAEA വന്നോട്ടെ, ഇൻസ്പെക്ഷൻ ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് തീർച്ചയായിട്ടും ഓക്കെ പറഞ്ഞ് ഡീലിൽ സൈൻ ചെയ്ത് ഇവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് അമേരിക്ക പേടിക്കുന്നുണ്ട്. ട്രസ്റ്റ്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ടാണ് 1 ടൈമിൽ നിർത്തണം എന്ന് പറയുന്നത്. അതിലുപരിയായിട്ട് പറയുന്നത്, നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള കംപ്ലീറ്റ് എൻറിച്ച്ഡ് യുറേനിയം 60% എന്നൊക്കെ പറഞ്ഞാൽ എൻറിച്ച്ഡ് യുറേനിയം മൊത്തത്തിൽ ഡിസ്ട്രോയ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു പൊടി പോലും കാണാൻ പാടില്ല. ആ രീതിയിലുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കണം, അതും പെർമനന്റ്ലി.
അതാണ് പറഞ്ഞിരിക്കുന്നത്, പെർമനന്റ് ആയിട്ട് അത് ഒഴിവാക്കണമെന്ന്. അപ്പൊ ഇറാൻ തിരിച്ചു ചോദിക്കുകയാണ്, അതായത് അതൊക്കെ ഞങ്ങൾ ചെയ്യാം, ഓക്കെ, അതിനൊക്കെ വരട്ടെ, അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം നമുക്ക് ഉറപ്പ് തരണം. എന്തുറപ്പാണ്? അതായത് നിങ്ങൾ എല്ലാ ബെനിഫിറ്റും ഇതേപോലെ സംസാരിച്ച് നമ്മളെ കൊണ്ട് ഡീൽ ഒപ്പിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ നേടിയിട്ട് പിന്നീട് ഈ ഡീലിൽ നിന്നും പുറകോട്ട് പോവില്ല എന്ന് എന്താണ് ഉറപ്പ്? ആ ഉറപ്പ് നിങ്ങൾ തരണം എന്നാണ് ഇറാൻ പറയുന്നത്. അതിന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു മറുപടിയും വന്നിട്ടില്ല. അമേരിക്ക ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത് നിലവിലുള്ള യുറേനിയം മൊത്തത്തിൽ ഡിസ്ട്രോയ് ചെയ്യുക, അത് മൊത്തം ഡിസ്പോസ് ചെയ്യുക, എന്നിട്ട് പെർമനന്റ് ആയിട്ട് നിങ്ങൾ ഇനി ഈ ഒരു റിസർച്ച് വർക്കിൽ ഇറങ്ങില്ല എന്നുള്ളൊരു ഉറപ്പ് തരിക എന്നാണ്. ആ ഒരു വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് USA വെക്കുന്ന സ്റ്റേറ്റ്മെന്റ്, റിപ്പീറ്റഡ് സ്റ്റേറ്റ്മെന്റ്. ട്രംപിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രംപിന്റെ അഡ്വൈസറി കമ്മിറ്റിയാണ്. ട്രംപിന്റെ അഡ്വൈസറി കമ്മിറ്റിയിൽ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ട്രംപ് ഏതാണ്ട് ലിഫ്റ്റ്മാന്റെ അടുത്ത് വരെ അഡ്വൈസ് ചോദിക്കുന്നോ എന്നുള്ള ഡൗട്ട് വരെ അമേരിക്കയുടെ ഉള്ളില് നല്ല രീതിയിൽ ഒരു ടോക്കാണ്. കാരണം ട്രംപ് ആ രീതിയിലാണ് പല രീതിയിലുള്ള ഡിസിഷൻസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. കാരണം അവരുടെ അഡ്വൈസറി കമ്മിറ്റിയിലുള്ള ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞ ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അതിലുപരിയായിട്ട് 2-3 ആൾക്കാരും കൂടി ഉണ്ട്. ഇതിലുപരിയായിട്ട് ട്രംപ് നേരിടുന്ന വേറൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ US സെനറ്റ് മെമ്പർ ആയിട്ടുള്ള പല ആൾക്കാരും ഇപ്പോഴും ഡീപ് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. കാരണം ഈ ചർച്ച നടക്കുന്ന ഈ ഒരു സാഹചര്യത്തില് ലിബിയയിലെ ഗദ്ദാഫിയെ ഇതേപോലെ തന്നെയാണ് ആണവായുധം മൊത്തത്തിൽ, അതായത് ന്യൂക്ലിയർ റിസർച്ച് പാടില്ല എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഗദ്ദാഫിയെ കൊണ്ട് ഈ ന്യൂക്ലിയർ കംപ്ലീറ്റ് സറണ്ടർ ചെയ്യിപ്പിച്ചു. പക്ഷെ സറണ്ടർ ചെയ്യിപ്പിച്ചിട്ടും ഗദ്ദാഫിക്ക് ഒരു ഗതിയും പരഗതിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ലിൻസി ഗ്രഹാം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു ഇറാൻ അമേരിക്ക ചർച്ചയ്ക്ക് ഒരു വിനയായി തീരുമോ എന്നുള്ള ഒരു ഡൗട്ട് ഇപ്പം പൊതുവെ വരുന്നുണ്ട്. ഈ ആൾക്കാരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പല രീതിയിൽ കോൺഫിഡൻസ് തകർക്കുന്ന രീതിയിലുള്ള പല സ്റ്റേറ്റ്മെന്റുകൾ ഇവർ പുറത്തുവിടും. നിർണായകമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പായിട്ട് ഇറാൻ ഇന്നത്തെ റോമിലെ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരു 4-5 പോയിന്റുകൾ അവർ കരുതിക്കൊണ്ടാണ് വന്നത്. ആ പോയിന്റുകളിലേക്ക് നമുക്കൊന്ന് പോവാം. അതിൽ നമ്പർ 1 ആണ് ഈ ഒരു വാക്കവേ, അതായത് സൈൻ ചെയ്യിപ്പിച്ച് യുറേനിയം ഒക്കെ സറണ്ടർ ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം ഒറ്റയ്ക്ക് കഴിഞ്ഞ തവണ ചെയ്തതുപോലെ ഈ ഒരു എഗ്രിമെന്റിൽ നിന്നും പിന്മാറരുത്, ഈ ഒരു ഉറപ്പ് വേണം. നമ്പർ 1. 2, സാങ്ഷൻസ് റിലീഫ്, ഇറാന്റെ മേളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കംപ്ലീറ്റ് സാങ്ഷൻസും ഒഴിവാക്കി കൊടുക്കണം. അത് നമ്പർ 2. നമ്പർ 3, സ്വിഫ്റ്റ് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അതേപോലെ ഒരു പോയിന്റ് എടുത്തു പറഞ്ഞിരിക്കുന്നത് ലിബിയയെ പോലെ ലിബിയ മോഡൽ ഇറാനിൽ ആവർത്തിക്കരുത്, എടുത്തു പറഞ്ഞിട്ടുണ്ട്. ലിബിയ മോഡൽ ഇറാനിൽ ആവർത്തിക്കരുത്. ഇത് 4ാമത്തെ പോയിന്റ് ആണ്. 5ാമത്തെ പോയിന്റ്, കണ്ടെയ്ൻമെന്റ് ഓഫ് ഡിസ്ട്രക്ഷൻസ് വിത്ത് അതർ നേഷൻസ്. ഇത് വേറെ ആരുമല്ല, ഇസ്രായേലാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിധത്തിലുള്ള കാര്യങ്ങൾക്കും അമേരിക്ക ഇടപെട്ടുകൊണ്ട് ഇസ്രായേൽ ഇപ്പൊ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇസ്രായേലിനെ വെച്ച് ഞാൻ ഇവിടെ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇത് ചെയ്യും അത് ചെയ്യും, അങ്ങനെയുള്ള രീതിയിലുള്ള തേർഡ് പാർട്ടി കൺട്രീസിനെ കൊണ്ട് ഇന്റർഫിയർ ചെയ്തുകൊണ്ട് ഇറാനെ ഭീഷണിപ്പെടുത്താൻ പാടില്ല. ഇത് 5ാമത്തെ റിക്വസ്റ്റ്. പിന്നെ ആ എഗ്രിമെന്റ്, ന്യൂക്ലിയർ ഡീൽ എഗ്രിമെന്റ് ഒരു ബാലൻസ്ഡ് എഗ്രിമെന്റ് ആയിരിക്കണം. അല്ലാതെ ഒരിക്കലും ഇറാൻ സറണ്ടർ ആയി എന്നുള്ള നിലയിലുള്ള ഒരു എഗ്രിമെന്റ് ആവരുത്. അതായത് ആ എഗ്രിമെന്റ് വായിച്ചു കഴിഞ്ഞാൽ മ്യൂച്വൽ റെസ്പെക്ടോട് കൂടി ഉണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് ആയിട്ട് തന്നെ കാണണം. അതും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് 6ാമത്തെ പോയിന്റ് ആയിട്ട് അവർ ഉന്നയിക്കുന്നത്. പിന്നെ ഇറാന്റെ ഉള്ളിൽ ഒരു വാർത്ത വരുന്നത് ഇറാന്റെ ഓയിൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അതായത് ഇറാന്റെ ഓയിൽ ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിലുള്ള ഇടിവ്, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർക്ക് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ തകർച്ചയാണ് ഇറാന്റെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി. പ്രത്യേകിച്ചും ഈ ഒരു സാങ്ഷൻസ് ഒക്കെ വരുന്നതോടുകൂടി ചൈനയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് പല രീതിയിലുള്ള തകർച്ചയാണ്, സാമ്പത്തിക തകർച്ചയാണ് ഇറാന്റെ ഓയിൽ ഇൻഡസ്ട്രി നേരിടുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു മാധ്യമം വളരെ ഓപ്പൺ ആയിട്ട് തന്നെ എഴുതിയിരിക്കുകയാണ്, അതായത് 200 മുതൽ 300 മില്യൺ ഡോളറിന്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ ഈ ഒരു എമൗണ്ട് US-ഉമായിട്ടൊരു ഡീൽ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് US-ൽ നിന്നും ഇൻവെസ്റ്റേഴ്സിനെ സ്വീകരിച്ച്, അല്ലെങ്കിൽ US-ഉമായിട്ട് ഈ ഒരു ഡീൽ റെഡി ആയി കഴിഞ്ഞാൽ ലോകത്ത് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാം. അങ്ങനെ നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയെ ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുക്കാൻ പറ്റും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഒരു പത്രം പറഞ്ഞിരിക്കുന്നത്. ഇത് ആ രാജ്യത്തിന്റെ യഥാർത്ഥ കാഴ്ചപ്പാടാണ്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. കാരണം അവിടെ ഉള്ളിൽ തകർച്ച തന്നെയാണ്. അപ്പൊ ഇറാൻ ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞല്ലോ, അതായത് ലിബിയ മോഡൽ ഇറാനിൽ ആവർത്തിക്കരുതെന്ന്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ലിൻസി ഗ്രഹാം ആണ്. ഈ ലിൻസി ഗ്രഹാം ഇന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ലിൻസി ഗ്രഹാം എന്ന് പറയുന്ന ആള് ഒരു സെനറ്ററാണ്. അപ്പൊ ഒരു സെനറ്റ് മെമ്പർ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അത് മറ്റുള്ളവർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന് നോക്കിക്കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇറാന്റെ ഉള്ളിൽ ഇപ്പൊ ചർച്ചയാവുന്നുണ്ട്. അതായത് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു സെക്കൻഡ് ടൈം ട്രംപിനെ കണ്ട് സംസാരിച്ച സാഹചര്യത്തിൽ അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോക്ക്, അതായത് ഇസ്രായേലിന്റെ കൺസേൺ എപ്പോഴും ഇറാന്റെ മേലുള്ള ഒരു ന്യൂക്ലിയർ സ്പോട്ട് അറ്റാക്ക് ചെയ്ത് കളയുക എന്നുള്ളതാണല്ലോ. അപ്പൊ അവര് ഇങ്ങനൊരു ഡീൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറാന്റെ ആ ഒരു സ്പോട്ട് അറ്റാക്ക് ചെയ്ത് കളഞ്ഞോ അല്ലെങ്കിൽ അവര് സ്വമേധയെ അത് ഒഴിവാക്കിയോ എന്നുള്ളത് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഇതൊക്കെ ഇസ്രായേലിന്റെ ചോദ്യങ്ങളാണ്.
ഇസ്രായേലിനെ കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നെതന്യാഹുവിനെ കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊത്ത ഒരു ആൻസർ വേണം വൈറ്റ് ഹൗസിൽ നിന്ന് നെതന്യാഹുവിന് കിട്ടാൻ. അപ്പൊ അങ്ങനെ നെതന്യാഹുവിന് എന്ത് ഇൻഫർമേഷൻ ആണ് കൊടുത്തത് എന്നുള്ള ഒരു സീക്രട്ട് ആണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതായത് ലിബിയ മോഡൽ ആവർത്തിക്കാം, അതായത് ഇറാൻ മൊത്തത്തിലുള്ള അവരുടെ യുറേനിയം കാര്യങ്ങളെല്ലാം സറണ്ടർ ചെയ്യട്ടെ, എന്നിട്ട് അവരെ നമുക്ക് ലിബിയയെ പോലെ അങ്ങ് തള്ളിക്കളയാം. ഇപ്പൊ ലിബിയയിൽ എന്താണ് സംഭവിച്ചത്, ഇറാഖിൽ എന്താണ് സംഭവിച്ചത്, ഇതേ മോഡലിൽ അവരെ ട്രീറ്റ് ചെയ്യാം എന്നുള്ള നിലയിലുള്ള ഒരു ടോക്ക് അവരുടെ ഇടയിൽ സംസാരിക്കപ്പെട്ടതായിട്ട് ലിൻസി ഗ്രഹാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വെളിപ്പെടുത്തിയത് മാത്രമല്ല, ഇത് ഡീപ് സ്റ്റേറ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചിയുമായിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന് മിസ്റ്റർ അബ്ബാസ് പറഞ്ഞിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ഓൺലി ഡ്രീം ഓഫ് ദറ്റ്, അതായത് അവർക്ക് അത് സ്വപ്നം മാത്രമേ കാണാൻ കഴിയൂ, അത് സാധ്യമാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അബ്ബാസ് അറക്ചിയുടെ മറുപടി. അപ്പൊ മനസ്സിലായല്ലോ, അതായത് ഈ അമേരിക്കയുടെ പ്രശ്നത്തിന് കാരണം അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് ഒരു രീതിയിലുള്ള തീരുമാനങ്ങളും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത്. ഇങ്ങനെ ഓരോരുത്തന്മാര് ചോർത്തി വെളിയിലാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതിന്റെ പേര് പിന്നെ ഡിപ്ലോമസി അല്ല, ഇത് പിന്നെ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ അമേരിക്കയിലേക്ക് ഇറാനെ വിളിച്ചു വരുത്തി വൈറ്റ് ഹൗസിൽ ഇരുത്തി ഒരു കസേരയും കൂടെ എടുത്തിട്ട് ട്രംപിന്റെ അടുത്ത് തന്നെ ഇരുത്തുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആൾക്കാർ ചോർത്തി കൊണ്ട് കൊടുത്ത് ഇങ്ങനെ അമേരിക്കയുടെ ഒരു നയങ്ങളും നടപ്പിലാക്കാൻ പറ്റാത്ത പരാജയത്തിലേക്ക് കൊണ്ട് നയിക്കും. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത 3ാം ഘട്ട ചർച്ചയ്ക്കും കൂടെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ സ്ഥലം കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഒരു പക്ഷേ പാരീസിൽ വെച്ചായിരിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഇതാണ് ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന കംപ്ലീറ്റ് ചർച്ചയുടെ ഡീറ്റെയിൽസ്. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി റോമിലേക്ക് കൊണ്ട് ചർച്ച വെച്ചതിന് ഒരു രീതിയിലുള്ള കോൺസ്പിറസിയും ഇല്ല. റോമിലേക്ക് ചർച്ച വെച്ചത് വളരെ സ്വാഭാവികമായിട്ട് യാത്രയുടെ ബുദ്ധിമുട്ട് കൊണ്ട് സ്റ്റീവ് വിറ്റ്കോഫ് ചോദിച്ചതിന് ഇറാൻ സമ്മതിച്ചു, അത്രേ ഉള്ളൂ. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.